അമേരിക്കൻ സർക്കാരിന്റെ ചിലവ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ഫെഡറൽ ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ട നടപടിക്ക് കോടതിയുടെ തിരിച്ചടി. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവ് പ്രകാരമാണ് നിരവധി ജീവനക്കാരെ പിരിച്ചുവിട്ടത്. വിവിധ സർക്കാർ ഏജൻസികളിൽ നിന്ന് പിരിച്ചുവിട്ട ജീവനക്കാരെ ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കണമെന്ന് സാൻ ഫ്രാൻസിസ്കോയിലെയും മേരിലാൻഡിലെയും ഫെഡറൽ കോടതികൾ ഉത്തരവിട്ടു. 10,000-കണക്കിന് പ്രൊബേഷണറി ഫെഡറൽ തൊഴിലാളികളെ അന്യായമായി പിരിച്ചുവിട്ട നടപടിക്കാണ് ട്രംപ് ഭരണകൂടം ശക്തമായ തിരിച്ചടി നേരിട്ടത്. സർക്കാരിന് കീഴിലുള്ള ഏജൻസിയായ US ഓഫീസ് ഓഫ് പേഴ്സണൽ മാനേജ്മെന്റാണ് ജീവനക്കാരെ പിരിച്ചുവിട്ടത്. US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് വെറ്ററൻസ് അഫയേഴ്സ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചറൽ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് എനർജി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇന്റീരിയർ, ട്രഷറർ ഡിപ്പാർട്ട്മെന്റ് എന്നീ വകുപ്പുകളിലെ പിരിച്ചുവിട്ട പ്രൊഫഷണറി ജീവനക്കാരെയാണ് തിരിച്ചെടുക്കാൻ കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. 2 വ്യത്യസ്ത കേസുകളിൽ മേരിലാൻഡിലെ ജില്ലാ ജഡ്ജി ജെയിംസ് ബെഡ്റൂം, സാൻ ഫ്രാൻസിസ്കോയിലെ ജില്ലാ ജഡ്ജി വില്യം അൽസപ്പുമാണ് വിധി പുറപ്പെടുവിച്ചത്. ഓഫീസ് ഓഫ് പേഴ്സണൽ മാനേജ്മെന്റ് ഡയറക്ടർ ചാൾസ് എസലിനെതിരെ രൂക്ഷ വിമർശനമാണ് ഇരുവരും ഉന്നയിച്ചത്. കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ജീവനക്കാരെ പിരിച്ചുവിട്ടതെന്ന് ജഡ്ജിമാർ നിരീക്ഷിച്ചു. തൊഴിലാളികളുടെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിരിച്ചുവിട്ടതെന്ന ഗവൺമെന്റിന്റെ വാദം നുണയാണെന്നും ജഡ്ജി വില്യം അൽസപ്പ് വിമർശിച്ചു. ഫെബ്രുവരി 13, 14 തീയതികളിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട ജീവനക്കാരെ തിരിച്ചെടുക്കാൻ വെറ്ററൻസ് അഫയേഴ്സ്, കൃഷി, പ്രതിരോധം, ഊർജം, ഇന്റീരിയർ, ട്രഷറി വകുപ്പ് മേധാവികളോട് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം ഫെഡറൽ കോടതിയുടെ ഉത്തരവിനെതിരെ ട്രംപ് ഭരണകൂടം അപ്പീൽ നൽകി. ജീവനക്കാരെ പുനർനിയമിക്കാനുള്ള ഫെഡറൽ കോടതി ഉത്തരവ് ഭരണഘടനാ വിരുദ്ധമാണെന്നും ഇതിനെതിരെ പോരാടുമെന്നും വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റ് പറഞ്ഞു. 2ാം വട്ടം അധികാരത്തിലേറിയ ഉടനെ ഫെഡറൽ ചിലവുകൾ കുറയ്ക്കാനെന്ന പേരിൽ 9,50,000 സിവിൽ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടാനുള്ള പദ്ധതിക്കായിരുന്നു ട്രംപ് അംഗീകാരം നൽകിയത്. ട്രംപിന്റെ ഉപദേഷ്ടാവായ ഇലോൺ മസ്കിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു കൂട്ട പിരിച്ചുവിടൽ നടപ്പാക്കാൻ തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായി അമേരിക്കൻ സൈന്യത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനെ അടക്കം ട്രംപ് പുറത്താക്കിയിരുന്നു. ഭരണകൂടത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ നടപടിയെന്ന് ന്യായീകരണം കോടതി മുഖവിലക്കെടുത്തില്ല. ജീവനക്കാർക്ക് സ്വമേധയാ പിരിഞ്ഞു പോകാനുള്ള അവസരവും ട്രംപ് ഭരണകൂടം നൽകിയിരുന്നു. സ്വമേധയാ ജോലി രാജിവെക്കുന്നവർക്ക് 7 മാസത്തെ ശമ്പളം നൽകുമെന്ന് സർക്കാർ വാഗ്ദാനം ചെയ്തിരുന്നു. അതേസമയം സ്ഥാനമേറ്റതിനു പിന്നാലെയുള്ള കന്നിപ്രസംഗത്തിൽ ട്രംപിന്റെ നയങ്ങൾക്കെതിരെ വിമർശനവുമായി കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി രംഗത്ത് വന്നതും ശ്രദ്ധേയമായി. കാനഡ അമേരിക്കയുടെ ഭാഗമാകണമെന്ന നിർദ്ദേശം അസംബന്ധമെന്നാണ് കാർണി തുറന്നടിച്ചത്. ട്രംപിനെ ബഹുമാനിക്കുന്നു, എന്നാൽ തൽക്കാലം കൂടിക്കാഴ്ച നടത്താനില്ലെന്നും കാർണി അറിയിച്ചിരുന്നു. ട്രംപിന്റെ സാമ്പത്തിക നയങ്ങൾക്കെതിരെ കടുത്ത നിലപാട് തന്നെയാകും കാനഡ സ്വീകരിക്കുകയെന്ന് കാർണി തന്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കുകയുണ്ടായി.